ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അപ്പോൾ 4:30 നമ്മൾ സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ L2 എമ്പുരാനാണ് കണ്ടിട്ട് വന്നേക്കണം കഴിച്ചത്. 27 വേറെ ഏത് പടമാണ് നമുക്ക് കാണാനുള്ള കഴിച്ചത്. അപ്പോൾ കിഡിലൻ പടമാണ് കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റർ മറ്റേ മുരളി ഗോപിയാണ് റൈറ്റർ. അപ്പം പ്രൊഡ്യൂസർ മറ്റേ വേറെ ഇത് പുള്ളിയാണ് കഴിച്ചത്. അപ്പോൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന കിഡിലൻ ഡയറക്ടറാണ് കഴിച്ചത്. അപ്പോൾ മറ്റേ പൃഥ്വിരാജാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കഴിച്ചത്. കിഡിലൻ പടമാണ് നമ്മൾ കണ്ടത് കഴിച്ചത്. അപ്പോൾ ലൈക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രീ ഗോപാലൻ ആശീർവാദ് സിനിമാസ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കഴിച്ചത്. മ്യൂസിക് ചെയ്തിരിക്കുന്ന ആൾ കിഡിലനായിട്ടാണ് കഴിച്ചത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് കിഡുമായിട്ട് ക്ലാസിക് സംഭവമാണ് ചെയ്തിരിക്കുന്നത് കഴിച്ചത്. ഈ സാധാരണ ഇങ്ങനെ BGM ഒക്കെ ഇട്ട് തല്ലിപ്പൊളി ആക്കണ പോലെ അല്ല കഴിച്ചത്. കിഡിലൻ ക്ലാസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓർക്കസ്ട്രയൊക്കെ ഗൈസ്. അപ്പോൾ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സുജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തേക്കുന്നത് ഗൈസ്. ഒരുപാട് വേറെ കുറേ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട് ഗൈസ്. അപ്പോൾ മറ്റേ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, VFX അങ്ങനത്തെ കുറേ പരിപാടികൾ, ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോലെ വരികയും പിന്നെ ലൊക്കേഷനൊക്കെ എന്തൊക്കെ ഇട്ടില്ല ലൊക്കേഷനാണ് ഗൈസ്. അപ്പോൾ ഇതിൽ കാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട് കഴിച്ചു. അപ്പോൾ ടെക്നിക്കലി എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും നമ്മൾ എടുത്ത് പറയണം കഴിച്ചു. അപ്പോൾ കിടിലനായിട്ടാണ് ചെയ്ത് വെച്ചേക്കണം കഴിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ് ഈ എമ്പുരാൻ L2 എന്ന് പറയുന്നത് കഴിച്ചു. അപ്പോൾ പൃഥ്വിരാജ്, മോഹൻലാൽ, മഞ്ജു വാര്യർ ഇങ്ങനെ കുറേ കാസ്റ്റ് ഉണ്ട് കഴിച്ചു. അപ്പോൾ അതാണ് ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഗൈസ്. അപ്പം സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അപ്പം നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയാണ്. ഓക്കെ ബൈ.